ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മൈനർ ട്രെൻഡിൽ എൻട്രി എടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതും എന്താണ് ഈ മൈനർ ട്രെൻഡ്. ഇനി മൈനർ ട്രെൻഡിലേക്ക് വരുമ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ് എൻട്രി കൺഫർമേഷൻ അല്ലെങ്കിൽ ചോർച്ച് എൻട്രി കൺഫർമേഷൻ നോക്കി എങ്ങനെ എൻട്രി എടുക്കാമെന്നും ഓക്കെ അല്ലേ. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ മേജർ ട്രെൻഡിൽ എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത്, അതുപോലെ തന്നെ എൻട്രി കൺഫർമേഷൻ്റെ കാര്യം എല്ലാം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമുള്ള വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ എന്താണ് കൗണ്ടർ ട്രെൻഡിൽ എങ്ങനെയാണ് എൻട്രി എടുക്കുക എന്നുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇന്നത്തെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കുക കേട്ടോ. ഓക്കെ അല്ലേ. ഇത് നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഫസ്റ്റ് എന്താണ് ഈ മേജർ ട്രെൻഡ്, അതുപോലെ തന്നെ എന്താണ് ഈ മൈനർ ട്രെൻഡ് എന്നുള്ളത് നോക്കാം. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ ഈ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് BOSും കിട്ടി, ചേഞ്ച് ഓഫ് ക്യാരക്ടറും കിട്ടി. ഇതിനെയാണ് നമ്മൾ മേജർ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഈ ഒരു മേജർ ട്രെൻഡിന് ശേഷം എന്താണ്, പ്രൈസ് ഡൗൺ സൈഡിൽ ലിക്വിഡിറ്റി ഡയറക്റ്റായിട്ട് ഒന്ന് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ നിന്ന് തന്നെ ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയിട്ട് ആ ലിക്വിഡിറ്റി എല്ലായിടത്ത് തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരാം. അങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഹൈയിലേക്ക് ഇൻഡ്യൂസ്മെൻ്റ് എടുത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ കൗണ്ടർ ട്രെൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്നൊക്കെ എൻട്രി എടുക്കാം കേട്ടോ. അതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി മാർക്കറ്റ് വന്ന് നമ്മുടെ മേജർ ഇൻഡ്യൂസ്മെൻറ്റിലോ ബൈയിങ് സോണിലേക്കോ മിറ്റിഗേറ്റ് ചെയ്യുന്നിരിക്കട്ടെ. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇതിനെയാണ് നമ്മൾ മേജർ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഫസ്റ്റത്തെ കാര്യം എല്ലാവർക്കും ഓക്കെ അല്ലേ. ഈ മേജർ ട്രെൻഡിലേക്ക് വരാൻ നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് ചെയ്യുന്നോ ഈ ബൈയിങ് സോണിൽ നിന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു മേജർ ഹൈ ഇവിടെ കൺഫേം ആയി. ഓക്കെ അല്ലേ. ഇനി മാർക്കറ്റ് എന്താണ്, ഈ മേജർ ഹൈനെയോ ലോയിനെയോ ബ്രേക്ക് ചെയ്യാതെ ഇതുപോലെ ഇതിനുള്ളിൽ തന്നെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയിരിക്കട്ടെ. ഈ മേജർ ഹൈനെയും ബ്രേക്ക് ചെയ്തില്ല, അതുപോലെ തന്നെ ഈ ട്രെൻഡിൽ ലോയിനെയും ബ്രേക്ക് ചെയ്യാതെ ഇതിനുള്ളിൽ തന്നെ ഇതുപോലെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കുന്നതും. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കുന്നതും. ഓക്കെ അല്ലേ. ഇതിനെ തന്നെയാണ് നമ്മൾ മൈനർ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഞാൻ ഒന്നും കൂടെ ചാർട്ട് എടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കൊരു കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഇപ്പോൾ ഒന്നുമില്ല, AUD USDൻ്റെ 4 hourലെ ചാർട്ട് നോക്കിയാൽ മതി. ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തതിന് ശേഷം ഒരു മേജർ ട്രെൻഡ് കിട്ടി. അതിനുശേഷം മാർക്കറ്റ് വന്നിട്ട് വീണ്ടും എന്താണ് നമ്മൾ മേജർ ട്രെൻഡിലേക്കൂടെ ലെവൽസൊക്കെ മാർക്ക് ചെയ്തു. അപ്പോൾ പ്രൈസ് എന്താണ് ലോയിൽ നിന്ന് മുകളിലോട്ട് വന്നപ്പോൾ ഒരു കൗണ്ടർ ട്രെൻഡിൽ നമുക്ക് എൻട്രി കിട്ടി. ഇതിനുശേഷം പ്രൈസ് മുകളിലോട്ട് വന്ന് ഈ മേജർ ട്രെൻഡിൽ നിന്നാണ് ഇപ്പോൾ പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ. ഇതാണ് ഇവിടെ മേജർ ട്രെൻഡായിട്ട് വരുന്നത്. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഈ ഒരു മേജർ ഇൻഡ്യൂസ്മെൻറ്റിലേക്കൊക്കെ വന്നതിന് ശേഷം മേജർ ട്രെൻഡിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്കൊക്കെ വന്നതിന് ശേഷം വീണ്ടും എന്താണ് ഇതുപോലെ ഈ മേജർ ലോയിനെയോ ഹൈനെയോ ബ്രേക്ക് ചെയ്യാതെ ഇതിനുള്ളിൽ തന്നെ ഇൻഡ്യൂസ്മെൻറ്റ് ഇതുപോലെ ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ അല്ലേ. ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നിട്ട് മേജർ ലോയിനെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് പുതിയൊരു BOS കിട്ടി. അപ്പോൾ ഈ മേജർ ലോയിനെയും ബ്രേക്ക് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡിലെ ഹൈനെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇതിനുള്ളിൽ തന്നെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുന്നുണ്ടല്ലോ. ഇതാണ് മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കേട്ടോ. ഞാൻ ഈ എൻട്രി കൺഫർമേഷൻ്റെ കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് എന്താണ് ഈ മൈനർ ഇൻഡ്യൂസ്മെൻറ്റ്, മൈനർ ട്രെൻഡ് എന്താണെന്നൂടെ നമുക്ക് മനസ്സിലായി. ഇനി ഞാൻ അതിലൊരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ. പ്രൈസ് ഇവിടെ നിന്ന് മേജർ ലോയിനെ ബ്രേക്ക് ചെയ്യുമായിരുന്നെങ്കിൽ ഇത് പുതിയൊരു BOS ആയിട്ട് മാറിയാണ് ഡൗൺ സൈഡിൽ. ഇപ്പോൾ ഈ ലോയിനെയും ബ്രേക്ക് ചെയ്തിട്ടില്ല, ഹൈനെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി ഞാൻ ആ ചാർട്ട് ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. എൻട്രി കൺഫർമേഷൻ്റെ കാര്യം ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ. ഇപ്പോൾ മാർക്കറ്റ് വന്നെന്താണ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടച്ച് ചെയ്തു. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി ഞാൻ എൻട്രി കൺഫർമേഷൻ്റെ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് മെയിനായിട്ടും 2 എൻട്രി കൺഫർമേഷനാണ് വരുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഏകദേശം ഇതുപോലെ ഒരു സെല്ലിംഗ് സോണിലേക്ക് ഓക്കെ അല്ലേ. ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഫസ്റ്റത്തെ എൻട്രി കൺഫർമേഷൻ ഇൻഡ്യൂസ്മെൻറ്റ് എൻട്രി കൺഫർമേഷൻ്റെ കാര്യം തന്നെ പറഞ്ഞുതരാം. മാർക്കറ്റ് ഇപ്പോൾ വന്നിട്ടൊരു സെല്ലിംഗ് സോണിലേക്കോ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്കോ ഇതുപോലെ ടച്ച് ചെയ്യുവാണെങ്കിൽ എന്താണ് ലോവർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നമ്മൾ ഇത് ഹയർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് സെല്ലാണ്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്യുമ്പോൾ ലോവർ ടൈം ഫ്രെയിമായ ഇപ്പോൾ 5 മിനിറ്റ് ഏതാണെങ്കിലും കുഴപ്പമില്ല, ലോവർ ടൈം ഫ്രെയിമിൽ ബൈയിങ്ങിലേക്ക് വന്ന് ലാസ്റ്റ് പുൾ ബാക്ക് നമ്മൾ റിവേഴ്സൽ ചോർച്ചായിട്ട് മാർക്ക് ചെയ്ത് ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ട്രെൻഡിനുള്ളിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെൻഡിന് ശേഷം ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഇതിലേക്ക് വരുമ്പോഴാണ് സെല്ലിലേക്കുള്ളൊരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. പ്രീമിയത്തിൽ ഓർഡർ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് വന്നതിന് ശേഷം സെല്ലിലേക്ക് ഇതുപോലെ ക്യാൻഡലിലെ കൺഫർമേഷനും കൂടെ കിട്ടുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇതിനെയാണ് ഇൻഡ്യൂസ്മെൻറ്റ് എൻട്രി കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മുന്നത്തെ വീഡിയോ നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ എൻട്രി കൺഫർമേഷനാണ് ചോർച്ച് എൻട്രി കൺഫർമേഷൻ.
ഇതിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഹയർ ടൈം ഫ്രെയിമിലെ സെല്ലിംഗ് സോണാണ്. ഓക്കെ അല്ലേ, ഇത് ഹയർ ടൈം ഫ്രെയിമിൽ സെല്ലിംഗ് സോണാണ്. അതുപോലെ ഈ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ലോവർ ടൈം ഫ്രെയിമിൽ എന്താണ്, ബൈയിങ്ങിലേക്ക് വന്ന ട്രെൻഡുമാണെന്നിരിക്കട്ടെ. ഇവിടെ നിന്നൊക്കെ ബയ്യേഴ്സ് സ്ട്രോങ് ആയിരിക്കും. ഹയർ ടൈം ഫ്രെയിമിൽ ട്രെൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ സെല്ലേഴ്സ് വരുമ്പോഴാണ് എന്താണ് പ്രൈസ് താഴെ പോകുന്നത് നമുക്കറിയാം. ഈ ഒരു ട്രെൻഡിലേക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് ബയ്യേഴ്സ് വീക്ക് ആവുകയാണെങ്കിൽ എന്താണ്, ഈ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിന് ബയ്യേഴ്സ് ഫെയിൽ ആകുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് താഴെ വീഴൂ അല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. പ്രൈസ് ഇതിൽ ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം എന്താണ്, ഇവിടുത്തെ ബൈയിങ്ങിലേക്ക് വന്ന ലാസ്റ്റ് പുൾ ബാക്കിൽ ഹൈൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്രിയേറ്റ് ആവുന്നതിന് ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ ഫെയിലായിട്ട് മേജർ ലോയിന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതാണ് നമ്മൾ ചോച്ച് എൻട്രി ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് ചോച്ച് എൻട്രി എടുക്കുന്നത്. ഞാൻ ആ ചാർട്ട് എടുത്ത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടിക്കോളൂ കേട്ടോ. ജസ്റ്റ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഇവിടെ എന്താണ് 4 ഹവറിലെ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് നമുക്കിവിടെ കിട്ടി. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ നേരെ ലോവർ ടൈം ഫ്രെയിമായ 5 മിനിറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ അല്ലേ. 5 മിനിറ്റിൽ എന്താണ് നോക്കുന്നത്, 5 മിനിറ്റിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈയിങ്ങിലേക്ക് വന്ന ലാസ്റ്റ് പുൾ ബാക്ക് റിവേഴ്സൽ ചോച്ച് ആയിട്ട് മാർക്ക് ചെയ്യുമെന്ന് അല്ലേ. ഇപ്പോൾ ബൈയിങ്ങിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്തു, 4 ഹവറിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്തു. ടൈം ഫ്രെയിം നേരെ 5 മിനിറ്റ് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ നിന്ന് വന്ന ബൈയിങ്ങിൽ ലാസ്റ്റ് പുൾ ബാക്ക് ഏതാണ്, ഇതാണ് റിവേഴ്സൽ ചോച്ച് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. ഹയർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് സെല്ലാണ്. അപ്പോൾ ലോവർ ടൈം ഫ്രെയിമിൽ എന്താണ് നമ്മൾ ബൈയിലേക്ക് വന്ന ലാസ്റ്റ് പുൾ ബാക്കാണ് റിവേഴ്സൽ ചോച്ച് ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുന്നത്. ഈ റിവേഴ്സൽ ചോച്ച് ബ്രേക്ക് ചെയ്തപ്പോൾ എന്താണ് നമുക്കിവിടെ മേജർ ഹൈ കൺഫേമായി. ഇനി ഇതിന് ശേഷം ഇതിനുള്ളിലോ പുറത്തോ ഏതെങ്കിലും ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇതുപോലെ ഉണ്ടെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് നമ്മളെടുത്തു. പ്രീമിയത്തിൽ നോക്കുകയാണെങ്കിൽ സെല്ലിംഗ് സോണും ഉണ്ട്. ഈ സെല്ലിംഗ് സോണും നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ. ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിലാണ് നമ്മൾ പിന്നെ സെൽ എൻട്രി എടുക്കുന്നത്. ഓക്കെ അല്ലേ. ഇതാണ് ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് എൻട്രി കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്തു, 1-2 ക്യാൻഡിലെ കൺഫർമേഷൻ നോക്കി നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്ന റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും മേജർ ഹൈൻ്റെ മുകളിൽ കൊടുക്കാനായിട്ട് നോക്കുക. അതാണ് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രേഡ് കിട്ടുവാണെങ്കിൽ നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 4 ഹവറിലെ ലോ ആയിരിക്കും കേട്ടോ. അത്യാവശ്യം എല്ലാ ട്രേഡിലും നല്ല റിസ്ക് റേഷ്യോ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് എപ്പോഴും പിശിക്കണമെന്നില്ല. ഇനി ഈ ഒരു ട്രേഡ് അസിൽ ഹിറ്റായി. ഓക്കെ അല്ലേ. ഇനി നമ്മൾ വീണ്ടും സെൽ എൻട്രി നോക്കുകയാണെങ്കിൽ ഇതേ കാര്യം തന്നെയാണ്. ബൈയിലേക്ക് വന്ന ലാസ്റ്റ് പുൾ ബാക്ക്, ഇവിടുന്ന് പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ ബൈയിങ്ങിലേക്ക് വന്ന ലാസ്റ്റ് പുൾ ബാക്ക് നമ്മൾ വീണ്ടും റിവേഴ്സൽ ചോച്ച് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യും. ഓക്കെ അല്ലേ. ഇൻഡ്യൂസ്മെൻറ്റ് എൻട്രിക്കാണെങ്കിൽ നമ്മൾ ബൈയിങ്ങിലേക്ക് വന്ന ലാസ്റ്റ് പുൾ ബാക്ക് റിവേഴ്സൽ ചോച്ച് ആയിട്ട് തന്നെ ആയിരിക്കും മാർക്ക് ചെയ്യുന്നത്. ഇനി ചോച്ച് എൻട്രിക്കാണെങ്കിലോ പ്രൈസ് ഇപ്പോൾ ഇവിടുന്ന് താഴോട്ട് വന്ന് 1-2 ക്യാൻഡിൽ വന്നിട്ട് ഇതിന് മുകളിൽ ഇതാണ് മേജർ ഹൈ ആയിട്ട് കിട്ടിയത്. ഇതിന് മുകളിൽ ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഫെയിലായിട്ട് മേജർ ലോയിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ചോച്ച് എൻട്രി ആയിട്ട് എൻട്രി എടുക്കുന്നത്. അതിൻ്റെ കൺഫർമേഷനും ഇവിടെ തന്നെ ഉണ്ട് രണ്ടാമത്തെ ട്രേഡിൽ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ക്യാൻഡിലായിട്ട് ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ കിട്ടി. ഓക്കെ അല്ലേ. ഇവിടെ നിന്നാണ് സെല്ലേഴ്സ് വന്നത്. ഓക്കെ. ഇതിന് ശേഷം എന്താണ് വീണ്ടും ബയ്യേഴ്സ് പുഷ് ചെയ്തു. അതിനുശേഷം ഈ ഹൈക്ക് മുകളിൽ എന്താണ് ഒരു ക്യാൻഡിൽ ക്ലോസിന് പറ്റിയിട്ടില്ല, ബയ്യേഴ്സ് ഇവിടെ ഫെയിലായിട്ടിട്ട്. ഓക്കെ അല്ലേ. ഹൈൻ്റെ മുകളിൽ ലിക്വിഡിറ്റി എടുത്തു. ഇതിന് ശേഷം എന്താണ് ബയ്യിങ്ങിലേക്ക് വന്ന ലാസ്റ്റ് പുൾ ബാക്ക്, ഇവിടെ നിന്നാണല്ലോ ബയ്യേഴ്സ് സ്ട്രോങ് ആയത്. ഈ ഒരു ലോയിനെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കെന്താണ് ഇവിടെ നിന്ന് തന്നെ ചോച്ച് എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് എന്താണ് ബയ്യേഴ്സിനെക്കാളും കൂടുതൽ സെല്ലേഴ്സ് സ്ട്രോങ് ആയി. അതിനുശേഷം സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ലോയിനെ ബ്രേക്ക് ചെയ്തു. ഒന്നും കൂടെ വേണമെങ്കിൽ എന്താണ് ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസും കൂടെ നോക്കിയിട്ട് എൻട്രി എടുക്കുന്നതിനും കുഴപ്പമില്ലാണ്ട് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏതാണ്. ഓക്കെ. നമുക്ക് ഈ ഒരു ക്യാൻഡിൽ തന്നെ വേണമെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നതിനും കുഴപ്പമില്ല, ഇവിടെ നിന്ന് തന്നെ എൻട്രി എടുക്കുന്നതിനും കുഴപ്പമില്ല. കുറച്ചും കൂടെ സേഫായിട്ട് വേണമെങ്കിൽ 1-2 ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കുന്നതിനും കുഴപ്പമില്ല. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈൻ്റെ മുകളിലായിരിക്കും. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇതിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ടാർഗറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും, നമ്മൾ 4 ഹവറിലെ ട്രെൻഡ് നോക്കിയിട്ടാണ് എൻട്രി എടുത്തത്. 5 മിനിറ്റിലൊക്കെ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമേ ഉള്ളൂ അല്ലേ. മനസ്സിലാവുന്നില്ല. ഇപ്പോൾ 4 ഹവറിലെ ട്രെൻഡ് നമ്മൾ നോക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്തുകൊണ്ട് 4 ഹവറിലെ മെയിൻ ലോ ഏതാ, ഈ ഒരു ട്രെൻഡിലെ ലോ ആട്ടോ, മേജർ ട്രെൻഡിലെ ലോ അല്ല, ഈ ഒരു ട്രെൻഡിലെ ലോ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ടാർഗറ്റായിട്ട് വരേണ്ടത്. ഏകദേശം എത്ര 1:20 ഇവിടെ കിട്ടാനുണ്ട്, 22 RR ഇവിടെ കിട്ടാനുണ്ട്. ഓക്കെ ആവുന്നുണ്ടല്ലോ. നമുക്ക് ഇതിന് ശേഷവും എൻട്രീസ് എടുക്കാം. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പ്രൈസ് എന്നാണ് നമ്മുടെ ഒരു എൻട്രി എടുത്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ. നമ്മൾ 5 മിനിറ്റിൽ നോക്കുമ്പോൾ ഇവിടെ പിന്നെ ട്രേഡുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീണ്ടും എൻട്രി എടുക്കാൻ മാത്രമാണ് 5 മിനിറ്റ് നോക്കുന്നത്. ബാക്കി എല്ലാ 4 ഹവറിലെ ട്രെൻഡ് നോക്കിയിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് 5 മിനിറ്റ് അവിടെ നിന്ന് എൻട്രി കിട്ടി. ഇതിന് ശേഷം പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ 4 ഹവറിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാന്നിരിക്കട്ടെ. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇതുപോലെ ഒരു 4 ഹവറിൽ വീണ്ടും ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. ഇതെന്താണ്, ഒരു മൈനർ ട്രെൻഡിലെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിരുന്നു. അതിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിലും വീണ്ടും കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാനായിട്ട് പറ്റും.
കാര്യം മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ എന്താണ് 4 ഹവറിൽ വീണ്ടും ഒരു മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇത് 4 ഹവറിൽ എന്താണ് മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഓക്കെ അല്ലേ. നമുക്ക് ഈ ഒരു ട്രേഡിന് ശേഷം വീണ്ടും ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. ഇതിന് ശേഷം നമ്മൾ വീണ്ടും എന്താണ് 5 മിനിറ്റിലേക്ക് ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ കൺഫർമേഷന് വേണ്ടിയിട്ട് വീണ്ടും 5 മിനിറ്റിലേക്ക് തന്നെ പോകും. 5 മിനിറ്റിലേക്ക് എന്താണ് ഒന്ന് ചോച്ച് എൻട്രി നോക്കും, അതുണ്ടോ നോക്കും, അതില്ലെങ്കിൽ എന്താണ് റിവേഴ്സൽ ചോച്ച് മാർക്ക് ചെയ്തിട്ട് ഇൻഡ്യൂസ്മെൻറ്റ് എൻട്രിക്ക് നോക്കും. ഇപ്പോൾ ഇവിടെ ഈ ക്യാൻഡിൽ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല എന്നായിരുന്നെങ്കിൽ ഓക്കെ അല്ലേ, ഇതാണ് നമ്മുടെ ഹൈ എന്നുണ്ടെങ്കിൽ ഓക്കെ, ഹൈന് ജസ്റ്റ് സ്വീപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെൽ എൻട്രി എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിന് മുകളിൽ വന്നുകൊണ്ട് നമുക്ക് ചോച്ച് എൻട്രിക്ക് പറ്റില്ല. ഓക്കെ അല്ലേ. അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇത് റിവേഴ്സൽ ചോച്ചായിട്ട് വീണ്ടും എടുത്തു. റിവേഴ്സൽ ചോച്ചായിട്ട് എടുത്തു. ഇതിന് ശേഷം എന്താണ് റിവേഴ്സൽ ചോച്ചിൽ ടാപ്പ് ചെയ്തപ്പോൾ മേജർ ഹൈ കൺഫേം ആയി. ഇതിന് ശേഷം ഈ ട്രെൻഡിനുള്ളിൽ തന്നെ ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടച്ച് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് എന്താണ് കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ക്യാൻഡിലിൽ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ എൻട്രി എടുക്കാം. ഇതിന് ശേഷം ഏതൊക്കെ ഇൻഡ്യൂസ്മെൻറ്റ് ഇതുപോലെ ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതും നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. രണ്ടാമത്തെ രീതിയാണ് കുറേ പ്രൈസ് ഇപ്പോൾ താഴോട്ട് പോകാമെന്നാണെങ്കിൽ നമുക്ക് പ്രീമിയം ഡിസ്കൗണ്ടും നോക്കിയിട്ട് അതിൻ്റെ 50% വരുമ്പോഴും എൻട്രി എടുക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഒരുപാട് താഴോട്ട് പോയി. ഓക്കെ അല്ലേ. പ്രൈസ് ഒരുപാട് താഴേക്ക് പോയിട്ടുണ്ട്. ഇതിലിപ്പോൾ എങ്ങനെ എൻട്രി എടുക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല, പ്രൈസ് ഈ ലോ വരെ പോയി, ഒരു ഇൻഡ്യൂസ്മെൻറ്റിലും ടച്ച് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഹൈ മുതൽ ലോ വരെ പ്രൈസ് എവിടെ വരെ ലോ പോയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇതിന് ശേഷം പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് ആ ലോ വരെ എടുക്കുക കേട്ടോ. ഈ ലോ വരെ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ. ഇതിന് ശേഷം എന്താണ് മേജർ ഹൈ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ അല്ലേ. മേജർ ഹൈയിൽ ബ്രേക്ക് ആണെങ്കിൽ പിന്നെ നമ്മൾ റിവേഴ്സൽ ചോച്ച് മാർക്ക് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് എൻട്രി എടുക്കാനാണെങ്കിൽ ഈ ലാസ്റ്റ് പുൾ ബാക്ക് ഇതും ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ തന്നെ എൻട്രി എടുക്കാതെ നമ്മൾ 50% നോക്കിയിട്ട് ഈ 50% മുകളിൽ പ്രീമിയത്തിൽ ഏതെങ്കിലും സെല്ലിംഗ് സോൺ, ഇവിടെ ഒരു സെല്ലിംഗ് സോൺ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സെല്ലിംഗ് സോണും ഉണ്ട്. ഇതിലേക്കൊക്കെ വന്ന് ഇതിന് ശേഷം ഒന്നാണ് ജസ്റ്റ് ഒരു ക്യാൻഡലിൻ്റെ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അല്ലെങ്കിൽ 50% ടച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഡയറക്റ്റായിട്ട് എൻട്രി എടുക്കാം. ഓക്കെ അല്ലേ. അത്യാവശ്യം RR അങ്ങനെ നോക്കുമ്പോഴും കിട്ടും. ഇത് ഞാൻ വീണ്ടും റീപ്ലൈയിലേക്ക് തന്നെ ഇടുന്നുണ്ട്. ഓക്കെ അല്ലേ. നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ടും മാത്രം നോക്കിയെന്നേ ഉള്ളൂ. സെല്ലർ എപ്പോഴും നോക്കുന്നത് എന്താണ് പ്രീമിയത്തിൽ നിന്ന് സെല്ല് ചെയ്യാൻ, ഹൈയിലേക്ക് വരുമ്പോൾ സെല്ല് ചെയ്യാനേ നോക്കുള്ളൂ. ഇപ്പോൾ ഈ ഒരു സപ്ലൈ സോണിലേക്ക് വന്നതിന് ശേഷം എന്താണ്, അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നിന്നൊരു ക്യാൻഡലിൽ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും മേജർ ഹൈന് മുകളിലേക്ക് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഈ രീതിയിലൊന്നും കൊടുത്ത് എൻട്രി എടുക്കണമെന്നില്ല, കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇതിന് മുകളിൽ തന്നെ കൊടുക്കുക. 4 ഹവർ നോക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യം RR എങ്ങനെ പോയാലും കിട്ടും. അപ്പോൾ നമ്മൾ നോക്കി 4 ഹവറിൽ ഇവിടെ നിന്നാണ് എൻട്രി എടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇതാണ് നമ്മുടെ എൻട്രി എടുത്തിരിക്കുന്ന ഭാഗം. ടാർഗറ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ലോ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം 1:4 RR ആ ഒരു ട്രേഡിലും കിട്ടാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്താണ് നമ്മൾ ഈ ഒരു ട്രെൻഡിൽ ഈ ഒരു മൈനർ ട്രെൻഡിലേക്കാണ് നമ്മൾ ടാർഗറ്റ് നോക്കിയത്. ഇനി മേജർ ട്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടിലും പിന്നെ RR ഉണ്ടാവും. ഫസ്റ്റത്തെ ട്രേഡിൽ നോക്കുമ്പോൾ 1:25 RR ഉണ്ടാവും. രണ്ടാമത്തേൽ നോക്കുകയാണെങ്കിൽ 1:5 RR ഉണ്ടാവും. ഓക്കെ അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എൻട്രീസ് എടുക്കുന്നത്. ഇതിന് ശേഷം ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് പരിപാടി അതിലും നമുക്ക് എൻട്രി എടുക്കാം കേട്ടോ. ഓക്കെ ആവുന്നില്ലേ. നമ്മളെന്താണ് ഫസ്റ്റത്തെ വീഡിയോ മുതൽ നോക്കുകയാണെങ്കിൽ മേജർ ട്രെൻഡിൽ എങ്ങനെ എൻട്രി എടുക്കണമെന്ന് പഠിച്ചു. അതിനുശേഷം മൈനർ ട്രെൻഡ് കൗണ്ടർ ട്രെൻഡിലേക്ക് വരുമ്പോൾ എങ്ങനെ എൻട്രി എടുക്കണമെന്ന് പഠിച്ചു. മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും മേജർ ട്രെൻഡിനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നാലാമത്തെ വീഡിയോയിലാണ് ഈ മൈനർ ട്രെൻഡിലേക്ക് വരുമ്പോൾ എങ്ങനെ എൻട്രി എടുക്കണമെന്ന് പഠിച്ചത്. ഓക്കെ അല്ലെങ്കിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോക്ക് ഒന്നും കൂടെ നോക്കിയാൽ മതി, കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലായിക്കോളും. ഇനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുമ്പോൾ എന്താണ് ഈ 4 ഹവറും 1 ഹവറും 5 മിനിറ്റും കൂടെ കണക്ട് ചെയ്ത് എങ്ങനെ എൻട്രി എടുക്കണം എന്ന് പറയാം. അപ്പോൾ നമ്മൾ 2 ടൈം ഫ്രെയിം മാത്രമല്ലേ നോക്കിയുള്ളൂ. ഇനി 3 ടൈം ഫ്രെയിമും കൂടെ നോക്കിയിട്ട് എങ്ങനെ എൻട്രി എടുക്കണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനും കൂടെ ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.